Dear students, നമുക്കിന്ന് +1 അക്കൗണ്ടൻസിൽ ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1 ജി എസ് ടിയുടെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇല്ലസ്ട്രേഷൻ 4 SCERT textbook illustration 4. The question: record necessary transactions journal entries assuming CGST 5% and SCST 5% and all transactions are recorded within Delhi. അപ്പോൾ നമുക്കറിയാം എല്ലാ ട്രാൻസാക്ഷനും ഒരു സ്റ്റേറ്റിൻ്റെ അകത്താണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ആകെ 2 ടാക്സുകൾ വരുന്നുള്ളൂ, നമ്മുടെ CGSTയും SGSTയും. ഇവിടെ IGST ടാക്സ് ഇവിടെ വരുന്നില്ല. First transaction, Shobit bought goods rupees 1 lakh on credit. Shobit 1 lakh rupeesന് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ജേർണൽ എൻട്രി നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എല്ലാ ട്രാൻസാക്ഷൻ ഡൽഹിക്കകത്താണ്. ദാറ്റ് മീൻസ് അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. നമുക്ക് അവിടെ 2 ടാക്സ് വരുന്നുള്ളൂ, CGSTയും SGSTയും. നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്ന ജേർണൽ എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ടു ക്രെഡിറ്റേഴ്സ്. സോ പർച്ചേസ് അക്കൗണ്ടിലേക്ക് 1 lakh rupees. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് SGSTയും CGSTയും വരണം. ഇത് രണ്ടും നമ്മൾ ഏത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന CGSTനെ പറയും, ഇൻപുട്ട് CGS എന്ന് പറയും, അതുപോലെ തന്നെ ഇൻപുട്ട് SGST എന്ന് പറയും. ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് 1 lakh rupees. നമ്മൾ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് നടത്തിയിരിക്കുന്നത് ആ എമൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ദെൻ ടാക്സ് എക്സ്ട്രാ വരുന്നതാണ്. സോ ഇൻപുട്ടായിട്ട് വരുന്നത് 5,000 1 lakh ഇൻറ്റു 5%. അതുപോലെ തന്നെ SGST 1 lakh ഇൻറ്റു 5% 5,000. ടു ക്രെഡിറ്റേഴ്സ് 1,10,000. എന്ന് പറഞ്ഞാൽ നമ്മൾ 1 lakh rupees പർച്ചേസ് നടത്തിയപ്പോൾ 1,10,000 rupees ക്രെഡിറ്ററിന് കൊടുക്കണം. നമുക്ക് സെക്കൻഡ് ട്രാൻസാക്ഷൻ നോക്കാം. ഹീ സോൾഡ് ദം for rupees 1,35,000 in the same state on credit. ഷോബിറ്റ് ആ ഗുഡ്സ് ഡൽഹി സ്റ്റേറ്റിൽ തന്നെ 1,35,000 രൂപയ്ക്ക് സെയിൽ നടത്തി. അത് ക്രെഡിറ്റ് സെയിലാണ്. നമുക്കറിയാം ക്രെഡിറ്റ് സെയിൽ നടത്തി കഴിയുമ്പോൾ ജേർണൽ എൻട്രി ഡെറ്റർ അക്കൗണ്ട് ഒക്കെ സെയിൽസ് ആണ് സാധാരണ ജേർണൽ എൻട്രി വരുന്നത്. നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ GST പറയും ഔട്ട്പുട്ട് CGST, അതുപോലെ ഔട്ട്പുട്ട് SGST എന്ന് പറയും. കാരണം നമുക്കറിയാം ഇൻട്രാ സ്റ്റേറ്റിൻ്റെ അകത്താണ്. അപ്പോൾ ഈ 2 ടാക്സ് മാത്രം വരുന്നത്. ജേർണൽ എൻട്രി ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസിലേക്ക് എത്ര രൂപയുടെ സെയിൽസ് നടത്തി ആ എമൗണ്ട് മാത്രം സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ടാക്സ് എക്സ്ട്രാ ടു ഔട്ട്പുട്ട് CGST 6750, അതായത് 1,35,000 ഇൻറ്റു 5%. അതുപോലെ തന്നെ ഔട്ട്പുട്ട് SGST 6750. ടോട്ടൽ എമൗണ്ട് നമ്മൾ ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 1,35,000 ആൻഡ് 5% 6750 ആയിട്ട് CGST ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. ഈ എമൗണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ 1,45,800 എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമ്മൾ ഡെറ്ററിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,50,000 സെയിൽ നടത്തിയപ്പോൾ CGSTയും SGSTയും ആഡ് ചെയ്ത് നമ്മൾ അയാൾ തന്നെ എത്ര കളക്ട് ചെയ്തു? 1,48,500 rupees നമ്മൾ ഡെറ്ററിൻ്റെ അക്കൗണ്ട് നമ്മൾ കളക്ട് ചെയ്യും. തേർഡ് ട്രാൻസാക്ഷൻ, ഹി പെയ്ഡ് ഫോർ റെയിൽവേ ട്രാൻസ്പോർട്ട്. നമുക്കറിയാം GS എന്ന് പറയുന്നത് സർവീസിലും ഗുഡ്സിലും വരുന്ന ടാക്സാണ്. അപ്പോൾ ഇത് ഒരു സർവീസാണ്, റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്. നമുക്കതിലും GST വരും. അപ്പോൾ നമ്മളിത് അടയ്ക്കുന്നതാണ് അല്ലേ, നമ്മൾ കൊടുക്കുന്നതാണ്. കൊടുക്കുന്ന എല്ലാ ടാക്സ് നമ്മൾ അടയ്ക്കുന്ന സമയം അതിനകത്ത് ഇൻപുട്ട് എന്ന് പറയണം. ജേർണൽ എൻട്രി ട്രാൻസ്പോർട്ട് ചാർജസ് അക്കൗണ്ട് എത്ര രൂപയാണ്? ട്രാൻസ്പോർട്ട് ചാർജസ് rupees 8,000 നമ്മൾ അവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇൻപുട്ട് CGST അക്കൗണ്ട് 400, ദെൻ ഇൻപുട്ട് SGST അക്കൗണ്ട് 400 ടു ബാങ്ക് rupees 8,800.